പൃഥ്വിരാജ് നായകനായി എത്തിയ വിലായത്ത് ബുദ്ധയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, ടെക്നിക്കാലിറ്റിയിലും അതുപോലെ തന്നെ സംവിധാന മികവിലും ഒക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് നിൽക്കുന്ന പൃഥ്വിരാജ് അഭിനയത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സിനിമകളുടെ തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്നൊരു സംശയം മനസ്സിലിങ്ങനെ തോന്നി. എനിക്കും തോന്നുന്നുണ്ട്. സിനിമാ തിരഞ്ഞെടുപ്പുകളിൽ മറ്റുള്ളവർക്ക് വളരാൻ അവസരം കൊടുക്കുമ്പോൾ സ്വയം വളരാൻ മറന്നു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുക്കുകയും ഒരുപാട് ചെറിയ വളർന്നു വരുന്ന അഭിനേതാക്കളെക്കുറിച്ച് പ്രശംസിക്കുകയും അവരുടെ കഴിവിനെക്കുറിച്ചൊക്കെ വളരെ നല്ല കാര്യമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടനാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന് സിനിമയുടെ ടെക്നിക്കാലിറ്റിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയുടെ ക്ലാരിറ്റി, അവതരണത്തിലുള്ള ക്ലാരിറ്റി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അഭിനയത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നാച്ചുറൽ ആ സാധനം ഫീൽ ചെയ്യാറില്ല. പ്ലസ് ഈ തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകൾക്ക് എന്തോ ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ വിലായത്ത് ബുദ്ധയ്ക്ക് നെഗറ്റീവ് കിട്ടുന്നത് കൊണ്ട് അല്ല ഞാനിതിപ്പോൾ പറയുന്നത്. ഇപ്പം എമ്പുരാൻ എടുക്കുകയാണെങ്കിലും ഒരുപാട് പ്രശംസകൾ കിട്ടി. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം സിനിമകൾ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിന് വേണ്ടിയാണോ എന്ന് ചിന്തിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ IQ വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സിനിമയെ ആ ലെവലിൽ കാണുന്ന ആൾക്കാർക്ക് മാത്രം കൺവേ ആകുന്ന തരത്തിലുള്ള ഒരു സിനിമയെ ഫാൻറ്റസി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന തരത്തിലേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങൾക്ക് കണക്റ്റ് ആവാത്തതുപോലെ അല്ലെങ്കിൽ ആ ഇമോഷൻസ് നമുക്ക് കിട്ടാത്തതുപോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും ലാസ്റ്റ് വന്നതിൽ ഈ അയ്യപ്പനും കോശിയും പോലുള്ള സിനിമകൾ, പാവാട പോലുള്ള സിനിമകൾ, അതിലൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ കുറച്ചുകൂടിയൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ ഇമോഷൻ കണക്ഷൻ കിട്ടുന്ന രീതിയിലേക്ക്, അതായത് വില്ലനാണോ നായകനാണോ എന്ന് പോലും തിരിച്ചറിയാത്തൊരു കഥാപാത്രമാണെങ്കിൽ പോലും അയ്യപ്പനും കോശിക്ക് നമ്മളെ ആ ഒരു രീതിയിൽ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന പല സിനിമകളും ഫിനാൻഷ്യലി കൊമേഴ്ഷ്യലി വിജയിച്ചെങ്കിൽ പോലും പല സിനിമകളിലെയും കഥാപാത്രങ്ങൾക്ക് പ്രത്യേകിച്ചൊരു റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഇല്ലാത്തതുപോലെ തോന്നി. ഇപ്പം നമ്മൾ പണ്ടത്തെ നന്ദനമാണെങ്കിലും ആ കാലത്തെ കുറേ സിനിമകളുണ്ടല്ലോ, അതൊക്കെ പലപ്പോഴും ഇപ്പം TV വിയിലൊക്കെ വല്ലപ്പോഴും കണ്ടാലും വീണ്ടും കണ്ടിരിക്കാൻ തോന്നുന്ന അനന്തഭദ്രം പോലെയുള്ള സിനിമകൾ, അങ്ങനെയുള്ള കുറേ സിനിമകൾ പൃഥ്വിരാജിന്റെ റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഉള്ള സിനിമകളുണ്ട്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഒറ്റത്തവണ കണ്ടു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒറ്റത്തവണ പോലും കണ്ടു തീർക്കാൻ ആളുകൾ മടിക്കുന്നു. ഇപ്പൊ കാപ്പ പോലെയുള്ള സിനിമകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നല്ല. അപ്പൊ അതെ, അങ്ങനെ കുറെ സിനിമകൾ ആ ഒരു അതുപോലെയുള്ള കുറെ സിനിമകൾ വരുന്നു. അപ്പം വീണ്ടും കാണാൻ തോന്നിപ്പിക്കാത്ത എന്തോ ഒന്ന് ഇത്തരം സിനിമകളിൽ വരുന്നു. അതെന്തുകൊണ്ടാണ്? ഇത്ര നല്ലൊരു സംവിധായകനായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നിട്ടും സിനിമയെ വലിയൊരു ക്യാൻവാസിലേക്ക് പറിച്ചു നടുന്ന സമയത്ത് ഈ ഒരു ഇമോഷണൽ കണക്ഷനെ പറ്റി അല്ലെങ്കിൽ ഒരു റിപ്പീറ്റ് വാച്ചിങ് വാല്യൂവിനെ പറ്റി അദ്ദേഹം എവിടെയെങ്കിലും മറന്നു പോകുന്നുണ്ടോ എന്ന് തോന്നുന്നു. അതെ, ഉറപ്പായിട്ടും മലയാള സിനിമയെ അന്താരാഷ്ട്ര ലെവലിൽ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സംവിധായകനാണ്, നടനാണ്, പ്രൊഡ്യൂസറാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ സംസാരം 10 വർഷം മുമ്പ് മലയാള സിനിമ എന്തായിരിക്കണം, അതായത് താൻ എന്തായിരിക്കണം എന്നതല്ല, മലയാള സിനിമ എന്തായിരിക്കണം എന്ന് ചിന്തിച്ച ഒരു സിനിമാക്കാരനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം സിനിമയെ എത്രത്തോളം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സിനിമയാണ് ലൈഫ്, അല്ലെങ്കിൽ തൻ്റെ ശ്വാസോച്ഛ്വാസം പോലും സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച ഒരാൾ തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇത് ആർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും വിവരം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഇത് നമുക്കില്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷേ കാണുന്ന ഭൂരിഭാഗവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് എന്നത് ആ തിരഞ്ഞെടുപ്പുകളിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. അത് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഒരു ബുക്ക് സിനിമയാക്കുന്ന സമയത്ത് പലർക്കും സംഭവിക്കാവുന്ന ഒരു പാളിച്ച തന്നെയാണ്. കാരണം ഒരു ബുക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡീറ്റെയിലിംഗ് എഴുതുള്ളൂ. ഇപ്പോൾ ഒരു വാതിൽ കാണുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫാൻറ്റസി നോവലാണെന്ന് വെച്ചാൽ ആ വാതിലിൻ്റെ കൊത്തുപണി തൊട്ട് അതിൻ്റെ പൂട്ട് എങ്ങനെയാണ്, അതിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പോലും ഒരു നോവലിൽ എഴുതിയിട്ടുണ്ടാകും. പക്ഷെ നമുക്കൊരു വിഷ്വലിൽ കാണിക്കുമ്പോൾ ഒരിക്കലും അത് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു വ്യത്യാസം, അതായത് നോവലിൽ കഥാകാരൻ എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് സിനിമയിൽ അറിയിക്കുക, അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ നടക്കുന്ന മാനസിക വ്യാപാരങ്ങൾ സിനിമയിൽ ഒരു ക്യാരക്ടർ അത് ആളുകളിലേക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള ചില അത് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണോ എന്ന് സംശയം തന്നെ. പക്ഷെ അതേസമയം ആടുജീവിതം എന്നൊരു സിനിമ ഇവിടെ ഉണ്ട് എന്നത് മറന്നു കളയുന്നില്ല. ഇപ്പം കേരള അവാർഡ് ആണെങ്കിൽ പോലും, സ്റ്റേറ്റ് അവാർഡ് ആണെങ്കിൽ പോലും, ആടുജീവിതത്തിന് ബ്ലെസിയെ പോലൊരു സംവിധായകൻ, ഒരു വായനക്കാരൻ, അത്രയേറെ എഴുത്തിനെയും സിനിമയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാൾ
ആളുടെ പിൻബലം ഉണ്ട്. അതുകൊണ്ട് അതായത് അത്രയും വർഷത്തെ എഫേർട്ടും ആ സിനിമക്ക് ഉണ്ട്. അപ്പം ബ്ലെസ്സി എത്രത്തോളം ആടുജീവിതത്തിനെ പഠിച്ചോ വായിച്ചോ, ആദ്യം വായനക്കാരനായി നിന്ന് പിന്നെ അതിനെ പഠിച്ച് അതിനെ കൊണ്ടുവന്ന ഒരു രീതിയുണ്ട്. ആടുജീവിതം എങ്ങനെ പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് എത്തണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് നമ്മൾ പൃഥ്വിരാജിന്റെ തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ, അത്രയും നല്ലൊരു അവസരം വരുമ്പോൾ പൃഥ്വി തിരഞ്ഞെടുത്തത് കയ്യടി അർഹിക്കുന്ന ഒന്നാണ്. നമ്മൾ പൃഥ്വിരാജിന്റെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുമ്പോൾ മുംബൈ പോലീസ് പോലെയുള്ള സിനിമകൾ തിരഞ്ഞെടുത്തതിന് എങ്ങനെയായാലും കൈയടിക്കണം. കാരണം ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു നടന് ഒരിക്കലും ഇൻഹിബിഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം അല്ല മുംബൈ പോലീസ് എന്നത്. ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ആളായിട്ട് അഭിനയിക്കുക എന്നുള്ളത് അത് ശരിക്കും ഇമേജ് ബ്രേക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇപ്പോൾ നമ്മൾ കാതലിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു. പക്ഷെ അതിനു മുമ്പ് പൃഥ്വിരാജ് അതുപോലെ ഒരു വേഷം വളരെ ഭംഗിയായിട്ട് അതിന്റെ അപ്പിയറൻസിലാണെങ്കിലും ശരി, അതിലെ നോട്ടങ്ങൾ പോലും, അതായത് പൃഥ്വിരാജിന്റെ ചില മൈന്യൂട്ടായിട്ടുള്ള നോട്ടങ്ങളൊക്കെ മുംബൈ പോലീസിൽ എന്നെ വളരെയധികം ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത്രയും തുടക്കത്തിലെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ നിന്ന് എൻഡിലേക്ക് വരുമ്പോൾ ഭയങ്കര വ്യത്യാസം, ക്യാരക്ടർ രണ്ട് എക്സ്ട്രീമായി മാറുന്നുണ്ട്. അതെ, താനൊരു ബൈസെക്ഷൽ ആണ് എന്ന് അറിയുന്ന നിമിഷം പൃഥ്വിരാജിന് ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്, ആ ഒരു കഥാപാത്രത്തിന് ഉണ്ടാകുന്ന മാറ്റമുണ്ട്. ആ സിനിമ കാണുമ്പോൾ എനിക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ അതിൽ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ആ കഥാപാത്രമായിട്ടാണ് ആ സിനിമയെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ വരുമ്പോൾ ഞാൻ ആ നടനെയോ അല്ലെ ആ കഥാപാത്രത്തെയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന സ്റ്റാറിനെയാണ് ആ സിനിമയിൽ. എനിക്കിത് പറയുമ്പോൾ ഈ വാസ്തവം പോലെയുള്ള സിനിമകള്, ആ സിനിമകളിലൊക്കെ വാസ്തവമായിക്കോട്ടെ, ഇപ്പം നമ്മള് ഏറ്റവും ആദ്യം പൃഥ്വിരാജിനെ കണ്ടു തുടങ്ങുന്ന നന്ദനം പോലെയുള്ള സിനിമയിലെ റൊമാൻറ്റിക് വെർഷനുകളിലൂടെയാണ്. പിന്നെ ഈ പറയുന്ന വെള്ളിത്തിര, സ്വപ്നക്കൂട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല സിനിമകള്, നല്ല പാട്ടുകളുള്ള ഒരുപാട് സിനിമകള്, അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് നല്ല അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കരിയർ കുറച്ച് ഡ്രോപ്പ് ആവുന്നത് പോലെ തോന്നിയിരുന്നെങ്കിൽ പോലും പിന്നീട് അവിടെ നിന്ന് പിടിച്ചു കയറി അദ്ദേഹം വന്നെത്തി നിൽക്കുന്ന, ഇപ്പൊ അനാർക്കലി പോലെയുള്ള സിനിമകളൊക്കെ റിപ്പീറ്റ് വാച്ചിങ് വാല്യൂല് മുമ്പിൽ നിൽക്കുന്ന സിനിമ. പക്ഷെ അതൊക്കെ ഏകദേശം ഒരു 10 വർഷത്തോളമായി എന്ന് നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ 2026 ആവാൻ പോവുകയാണ്, 2015 മറ്റാണ് അനാർക്കലി വരുന്നത്. അപ്പൊ ആ സിനിമകളൊക്കെ ഇപ്പോഴും നമ്മൾ ആഘോഷിക്കുമ്പോൾ റീസെന്റ് ടൈംസിലെ ഏത് സിനിമയാണ് പൃഥ്വിരാജിന്റെ നമ്മൾ അങ്ങനെ ആഘോഷിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വീണ്ടും കാണാൻ നമുക്ക് തോന്നുന്നത്? ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അയാളും ഞാനും തമ്മിൽ പോലെയുള്ള സിനിമകളൊക്കെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെ നമ്മള് ഹൃദയത്തിലേറ്റുന്നത് പോലെ ഒരു സിനിമ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ മുംബൈ പോലീസ് ആണെങ്കിലും അനാർക്കലി ആണെങ്കിലും ഇപ്പൊ പറഞ്ഞ അയാൾ ഞാൻ, ഇതൊക്കെ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ട്, വല്ലാണ്ട് നമ്മളെ അതിലേക്ക് വലിച്ചിട്ടുണ്ട്. ആ സിനിമ നമ്മളെ അങ്ങോട്ടേക്ക് വലിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളെ ഇമോഷണലി തള്ളി നിൽക്കുന്ന ഫീൽ കൊണ്ടതാണ് നമ്മളുമായിട്ട് ഇത് റിലേറ്റഡ് ആവുന്നില്ല, പക്ഷെ ഒരു കഥ എവിടെ നടക്കുന്നുണ്ട് എന്നൊരു ഫീല് നമ്മൾ അത് സ്ക്രീനിൽ കാണുന്നു, അല്ലെങ്കിൽ ആ സിനിമ കഴിഞ്ഞു പോരുമ്പോ നമ്മുടെ മനസ്സിൽ അതൊന്നും അവശേഷിപ്പിക്കുന്നില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ഒരു സിനിമ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മളിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഫീല് തരാനോ പറ്റണം, അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് നന്നായിട്ട് കോമഡി സീനുകൾ ഹാൻഡിൽ ചെയ്യുന്നത് മുന്നേയുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ലോലിപോപ്പ്, ചോക്ലേറ്റ് പോലെയുള്ള സിനിമകളിലൊക്കെ, പാവാടയൊക്കെയുള്ള സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കോമഡി സീനുകൾ ചെയ്യുമ്പോൾ അത് കോമഡിയാണ് എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇപ്പൊ ബ്രോഡാഡി എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ എടുക്കുകയാണെങ്കിൽ കോമഡി ചെയ്യുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെ, ഗുരുവായൂർ അമ്പലനടയിലാണെങ്കിൽ ഒരു ഫുൾ ഓൺ ഇത് കോമഡി സിനിമ എന്നുള്ള ഇതിലാണ് അത് വരുന്നത്. പക്ഷെ പൃഥ്വിരാജിന്റെ രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പൃഥ്വിരാജ് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ചിരിക്കാൻ വേണ്ടി ചിരിക്കണോ എന്ന് ചിന്തിച്ചു പോകുന്ന തരം, അതായത് ലോജിക്കോട് കൂടി പോയിട്ട് അത് കാണാൻ പറ്റും. അതാണ് ചേച്ചി നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. അതായത് നമുക്ക് അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റാതെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മൾ അവിടെ ഒരു സ്റ്റാറിനെ അവിടെ കണ്ടുപോകുന്ന ഒരു അവസ്ഥ, ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അദ്ദേഹം നെഗറ്റീവ് നേരിട്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആർട്ടിഫിഷ്യാലിറ്റി. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ പാവാട പോലെയുള്ള സിനിമകളുടെയൊക്കെ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കോമഡി, ആ ഒരു കഥാപാത്രം, അപ്പൊ ആ സിനിമയിലൊക്കെ കുറച്ചുകൂടി പൃഥ്വിരാജ് ഒരു തന്റെ വേർഷനെ മാറ്റി വെച്ചിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ മാറി അഭിനയിച്ചതുപോലെ തോന്നി. പക്ഷെ ഇങ്ങോട്ട് വരുന്തോറും ഇപ്പൊ കാപ്പ പോലെയുള്ള മൂവീസ്, അദ്ദേഹം വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ വളരെ പ്രതീക്ഷയോടുകൂടി എത്രയോ നാളുകളായിട്ട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു മലയാളിക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അതിലൊരു പോയിന്റും കൂടിയുണ്ട്. ഈ സിനിമ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നില്ലെങ്കിലും ആ സിനിമ ഉണ്ടായതിന് പിന്നിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. സച്ചി എന്ന് പറയുന്ന സംവിധായകന് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഒന്നും അവശേഷിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നത്. അതായത് സച്ചിക്ക് വേണ്ടി പൃഥ്വിരാജ് ചെയ്ത സിനിമയാണ്. അപ്പൊ സച്ചിക്ക് വേണ്ടി ആ സിനിമ കാണാൻ പോകുന്ന ആരാധകരുണ്ട്. കാരണം അവരുടെ ആ ഇമോഷണൽ ബോണ്ട് അത്രയും നല്ലതായിരുന്നു. നമുക്ക് സച്ചിനോട് തോന്നിയ ഇഷ്ടത്തോടു കൂടിയാണ് പലരും വിലായത്ത് ബുദ്ധിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക.
പക്ഷെ ആ ഒരു കണക്ഷൻ പോലും സച്ചിക്ക് പേരുദോഷം അങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടു. അത് ഇപ്പോൾ പൃഥ്വിരാജിനെ കുറ്റം പറഞ്ഞിട്ടോ അതിൻ്റെ സംവിധായകനെ കുറ്റം പറഞ്ഞിട്ട് അത് പ്രേക്ഷകർക്ക് കണക്ട് ആവട്ടായിരിക്കാം. അതൊരിക്കലും സിനിമാക്കാരുടെ തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഗോൾഡ് എന്ന് പറയുന്ന സിനിമ, അൽഫോൺസ് പുത്രന്റെ, എങ്ങനെയാണ് ആ ഒരു സിനിമ പൃഥ്വിരാജ് ഓക്കെ പറഞ്ഞതെന്ന് പോലും ഞാൻ എപ്പോഴും സംശയിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓക്കെ പറയുക എന്നതിനപ്പുറത്തേക്ക് ആ സിനിമയുടെ ഒരു ഔട്ട്പുട്ട് കാണാതെയാണോ ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. ഞാൻ ആദ്യം ചിന്തിച്ച പ്രേമം പോലെ ഒരു സിനിമ സംവിധാനം ചെയ്ത അൽഫോൺസ് പുത്രനാണോ ഗോൾഡ് എന്നുള്ളത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് എന്തുകൊണ്ട് കഥ കേൾക്കാണ്ടാണോ ഇത് ചെയ്തെന്ന് സത്യമായിട്ടും ആ നയൻതാര പൃഥ്വിരാജ് കോംബോ അൽഫോൺസ് പുത്രൻ നമ്മൾ അത്രയും ആഘോഷിച്ചൊരു വാർത്തയായിരുന്നു. അതൊരു ആവറേജ് പടമാണെങ്കിൽ പോലും സൂപ്പർ ഹിറ്റ് ആകുമായിരുന്ന സിനിമയാണ്. പക്ഷെ അത്ര പോലും എത്താത്ത ഒരു സ്ക്രിപ്റ്റ്, അതാണ് തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും എങ്ങനെയാണ് അദ്ദേഹം ഇത് വിലയിരുത്തുന്നത് എന്നുള്ളത് മനസ്സിലാവാതെ പോകുന്നതും, അതോ ഇനി സംവിധായകനിൽ വിശ്വസിച്ച് പോകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അതേസമയം വാരണാസി പോലൊരു സിനിമ വരാനിരിക്കുന്നുണ്ട്. കുംഭ എന്ന് പറയുന്ന വില്ലനെ നമ്മൾ കാണാൻ പോകുന്നത്, രാജമൗലിയുടെ വില്ലനായിട്ട് പൃഥ്വിരാജ് എത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന സിനിമകളിൽ ആ ഒരു തിരഞ്ഞെടുപ്പിലുള്ള ഗുണം അല്ലെങ്കിൽ ആ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാറിയേക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആവാത്തതിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും. ഇനി വരുന്ന വാരണാസി പോലെയുള്ള സിനിമകൾ കൂടുതൽ പ്രതീക്ഷയുള്ളതാവട്ടെ എന്ന് കരുതാം.